അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ ചില കാര്യങ്ങൾ ചർച്ചയാക്കാൻ നിങ്ങൾ നടന്നൊരു ശ്രമമുണ്ട്. ഇന്ന് 6ാമത്തെ ആളെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നത്. നിങ്ങൾക്ക് ചർച്ചയാവുന്നില്ല. മനോരമയൊന്നും മലയാളിക്ക് അറിയാത്തതല്ല. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം നിങ്ങൾ മറച്ചുവെക്കാൻ ശ്രമിച്ചാലും മലയാളിയുടെ മുമ്പിൽ മറച്ചു. ആദ്യം ശ്രീ എം പ്രകാശൻ ഒന്നും ചെയ്യാത്ത സർക്കാരല്ല, എന്നിട്ടും ഇങ്ങനെ തോറ്റുപോയെങ്കിൽ ജനങ്ങളുമായിട്ടുള്ള കണക്ട് വല്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്ന് ഈ ആത്മപരിശോധനാ ഘട്ടത്തിൽ CPM വിലയിരുത്തുന്നുണ്ടോ? CPMന്റെ ഇത്തരം സന്ദർഭങ്ങളിലുള്ള പരിശോധന ഒരു പുതിയ സംഗതിയല്ല. പരാജയത്തിൻ്റെ സന്ദർഭങ്ങളിൽ മാത്രമല്ല ഞങ്ങൾ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് റിവ്യൂ ചെയ്യുന്നത്. തെരഞ്ഞെടുപ്പിൽ വലിയ നിലയ്ക്ക് വിജയിക്കുന്ന ഘട്ടങ്ങളിലും പരാജയപ്പെടുന്ന ഘട്ടങ്ങളിലുമെല്ലാം അതിലേക്ക് നയിച്ചിരിക്കുന്ന കാരണങ്ങൾ എന്താണ്, അതിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് തിരുത്തേണ്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ, ഇത് എല്ലാ കാലത്തും CPM ചർച്ച ചെയ്യുന്നതാണ്. മറ്റ് ഒരു പാർട്ടികളും അങ്ങനെ ചെയ്യുന്നതായി നമുക്കാർക്കും അറിയില്ല. ഇപ്പോൾ വലിയ നിലക്കുള്ള പരാജയം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായപ്പോൾ അവർ തിരുത്തണം, ചർച്ച ചെയ്യണം എന്ന് ഏതെങ്കിലും മാധ്യമങ്ങളോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളോ പറയുന്നത് നമ്മൾ കേട്ടിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ഏറ്റുവാങ്ങിയത് അതിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയമാണ്. എന്നാൽ BJP വല്ല കാര്യവും തിരുത്തേണ്ടതുണ്ട്, അതിന് നേതാക്കന്മാർ എന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്ന് ആരും പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ സംബന്ധിച്ച് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ സ്ഥിരമായി പരിശോധിക്കുന്നവരാണ്. ഇപ്പോൾ മറ്റു പാർട്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എല്ലാ 3 വർഷത്തിലൊരിക്കലും പാർട്ടിയുടെ ഏറ്റവും താഴെ തലങ്ങളിലുള്ള ബ്രാഞ്ച് മുതൽ നമ്മുടെ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും സമ്മേളനം നടത്തുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമാണ്. കോൺഗ്രസോ BJPയോ ലീഗോ അത്തരം കാര്യങ്ങൾ നടത്തുന്നതായിട്ട് നമുക്കറിയില്ല. ആ സമ്മേളനങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം പാർട്ടി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതിനുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്ന മുന്നേറ്റം, അതിൽ വല്ല ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ്, അതെങ്ങനെ തിരുത്താം. സംഘടനാപരമായ കാര്യങ്ങൾ സംബന്ധിച്ച് തന്നെ ഗൗരവമായ നിലക്ക് ഞങ്ങൾ തെറ്റുതിരുത്തലിന് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക ചർച്ചകൾ, സമ്മേളനങ്ങൾ നടത്താറുണ്ട്. ഞങ്ങളത് വിളിക്കുന്നത് പ്ലീനമെന്നാണ്. സംഘടനാപരവും അതുപോലെ രാഷ്ട്രീയവുമൊക്കെ ആയിട്ടുള്ള തെറ്റുകൾ കണ്ടെത്തി തിരുത്തുന്നതിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന പ്രത്യേക സമ്മേളനങ്ങൾ. അത്തരം സമ്മേളനങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും പാർട്ടി നടത്തുന്നതായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലാതെ നമുക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ച് ഈ തെറ്റുതിരുത്തൽ, അതുപോലെ പോരായ്മകൾ കണ്ടുപിടിക്കൽ അതൊരു പുതിയ കാര്യമല്ല. നിർഭാഗ്യവശാൽ നടക്കുന്ന കാര്യം എന്താ, കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും CPMനും ഉണ്ടായിട്ടുള്ള ഒരു വലിയ പരാജയം, അതെന്തോ ഒരു മഹാസംഭവമാണ് ചിത്രീകരിക്കാനും ഇതെല്ലാം പാർട്ടിയിലുള്ള ചില നേതാക്കന്മാരുടെ തകരാറുകൾ കൊണ്ട് സംഭവിച്ചതാണ് എന്ന് വരുത്തി തീർക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ. അല്ല ശ്രീ പ്രകാശ് മാഷ്, ഇതൊരു വലിയ സംഭവമല്ലേ, ഇതൊരു വലിയ തോൽവിയല്ലേ, വലിയ സംഭവമല്ലേ, ഇതിൽ നേതൃത്വത്തിന് നേതാക്കൾക്ക് പങ്കില്ലേ? അപ്പൊ അത് മറച്ചു വെച്ച് പിന്നെ നിങ്ങൾ എന്താണ് ഈ യാഥാർത്ഥ്യബോധത്തോടെ ചർച്ച ചെയ്യുക എന്ന് പറയുന്നത്? ഞാൻ പറഞ്ഞു വന്നത് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടാകുന്ന പരാജയങ്ങൾ അവർ പരിശോധിക്കാറില്ല, അതിൽ മനോരമ ഉൾപ്പെടെ ഉത്കണ്ഠ പ്രകടിപ്പിക്കാറില്ല. അങ്ങയുടെ വെറും തോന്നലാണ്. ഇപ്പൊ കോൺഗ്രസ് ഒക്കെ നിരന്തരമായിട്ട് ദേശീയ തലത്തിൽ പരാജയപ്പെടുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അതിന്റെ നേതാക്കളൊക്കെ വന്നിരുന്നു, ഞങ്ങളിത് പഠിക്കുന്നു പറയുന്ന സമയത്ത് ഇത് എത്ര കാലമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ അവസാനം കോൺഗ്രസ് ഇപ്പൊ രാജ്യത്ത് എവിടെയുണ്ട്, എത്ര സംസ്ഥാനങ്ങളുണ്ട് നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വലിയ തിരുത്തലുകളോ ഒന്നും ഒരുപക്ഷെ നടന്നിട്ടില്ല. ഇപ്പൊ CPMലാണെങ്കിൽ നോക്കൂ, വലിയ ചർച്ചകളെ കുറിച്ച് അങ്ങ് പറയുന്നു. ഞാൻ എൻ്റെ ആമുഖം തുടങ്ങിയത് തന്നെ ഒരു പരാജയം സംഭവിച്ചാൽ, ഒരു തിരിച്ചടി സംഭവിച്ചാൽ അത് ആഴത്തിൽ എല്ലാ ഘടകങ്ങളിലും പരിശോധിക്കുന്ന രീതി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടെന്നാണ്, CPMന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുണ്ടെന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ വാചകം തന്നെ തുടങ്ങുന്നത്. അക്കാര്യത്തിൽ യാതൊരു തർക്കമില്ല. പക്ഷേ അങ്ങ് ഇങ്ങനെ എന്താണ് മറ്റുള്ളവർ ചെയ്യാറില്ല എന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇനി നിങ്ങൾ മറ്റുള്ളവർ ചെയ്തില്ലല്ലോ എന്ന് പറയാവുന്ന അവസ്ഥയാണോ ഈ പരാജയത്തിന്റെ പടുകുഴിയിൽ വീണ് നിൽക്കുമ്പോൾ എന്നാണ് എൻ്റെ സംശയം. അല്ല, ഇതില് ഞങ്ങൾ ഇത്തരം രാഷ്ട്രീയ സംഭവങ്ങളിലെല്ലാം ഞങ്ങൾ കാണുന്നത് ഈ ഓരോ വിജയത്തിനായാലും പരാജയത്തിനായാലും പ്രധാനമായിട്ടും അതിൽ 3 മേഖലകളിലെ കാരണങ്ങൾ ബാധകമാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയം, പ്രത്യയശാസ്ത്രപരം, സംഘടനാപരം. ഒരു ഗവൺമെന്റിന്റെ പരാജയമാകുമ്പോൾ തീർച്ചയായിട്ടും ഭരണപരം കൂടി. ഇങ്ങനെ 3-4 മേഖലകളിലെ പരാജയ കാരണങ്ങളെയാണ് ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക്, കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്കെല്ലാം സംഘടനാപരമായ ദൗർബല്യങ്ങൾ മാത്രം ചർച്ച ചെയ്യാനും ആ കുറ്റം ചില ആളുകളുടെ നേതാക്കന്മാരുടെ മേലെ കെട്ടിയേൽപ്പിക്കാനും താല്പര്യം ഉണ്ടാവും. ഞങ്ങളെ കാര്യങ്ങൾ അങ്ങനെയല്ല കാണുന്നത്. ഞങ്ങൾ കാണുന്നത് ഈ പരാജയത്തിനുള്ള രാഷ്ട്രീയ കാരണം എന്താണ്, പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങൾ എന്താണ്, ഭരണപരമായിട്ടുള്ള എന്തെങ്കിലും കാരണങ്ങളുണ്ടോ, സംഘടനാപരമായ കാരണങ്ങൾ എന്തൊക്കെയാണ്. ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വളരെ വിശദമായ നിലയിലുള്ള ഒരു ചർച്ചയാണ് നിങ്ങൾ നടത്തിയത്. ഞങ്ങളുടെ പാർട്ടി ബ്രാഞ്ചുകൾ വരെയുള്ള എല്ലാ ഘടകങ്ങളിലും ഈ കാര്യങ്ങൾ സംബന്ധിച്ച് ചർച്ച
ചെയ്ത് ശ്രീ പ്രകാശൻ, അങ്ങ് ഇതിലൊരു മുൻവിധി ചർച്ചയിൽ പോലും എടുക്കുന്നുണ്ടോ എനിക്കൊരു സംശയം. ഇത് നേരെ പിണറായി വിജയന്റെ പരാജയമല്ലേ എന്ന് ചോദിക്കുമെന്നോ അല്ലെങ്കിൽ എം വി ഗോവിന്ദന് തുടരാൻ അവകാശമുണ്ടോ എന്ന് ചോദിക്കുമെന്നോ ഒക്കെ അങ്ങൊരു മുൻവിധിയോടെ ഇതിനെ സമീപിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തത വരുത്താണ്. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. പക്ഷേ ഇപ്പോൾ നോക്കൂ, ഈ CPM-ൽ എന്താണ് പ്ലീനം നടക്കാറുണ്ട്, തെറ്റുതിരുത്തൽ രേഖ ചർച്ച ചെയ്യാറുണ്ട്, രേഖ ഉണ്ടാവാറുണ്ട്, ചർച്ച ചെയ്യാറുണ്ട്, എല്ലാ തലത്തിലും ഇത് വിശദീകരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഈ കഴിഞ്ഞ എന്താണ് അരനൂറ്റാണ്ടിലേറെയായിട്ടുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയമില്ല. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഇത്തരത്തിൽ അപ്പോഴും കമ്മിറ്റികളുണ്ട്, അപ്പോഴും ഈ നടപടികളുണ്ട്, അപ്പോഴും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് മാധ്യമങ്ങൾ വിമർശിക്കുന്ന തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, തെറ്റ് വേണ്ട പാളിച്ചകൾ അല്ലെങ്കിൽ പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ട്. അതാത് ഘട്ടങ്ങളിലൊക്കെ ഇതേ അങ്ങ് ഈ പറയുന്ന രൂപത്തിൽ പാർട്ടിയിൽ ചർച്ചയിൽ നടന്നിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ ഇതിങ്ങനെയല്ല സാറേ സഖാവേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നുകൂടിയാണ് ഞാൻ ഈ ഘട്ടത്തിൽ ഉന്നയിക്കാൻ ശ്രമിക്കുന്നത്. അല്ലാതെ കേവലം ഇത് പിണറായി വിജയന്റെ പരാജയമാണോ ഇലക്ഷൻ എന്ന് ചോദിക്കാൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല ശ്രീ പ്രകാശൻ. അല്ല, ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഈ വിഷയങ്ങളെ സാധാരണയിൽ കവിഞ്ഞ ഒരു പരാജയമായിട്ടാണ് ഇത്തവണത്തെ പരാജയത്തെ ഞങ്ങളുടെ പാർട്ടി കണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിക്കുന്ന വളരെ വിശദമായ നിലയിലുള്ള ഒരു പരിശോധന പാർട്ടിക്ക് തുടനീളം ഞങ്ങൾ നടത്തിയിട്ടാണ് 2 ദിവസം ചേർന്ന സംസ്ഥാന കമ്മിറ്റി ഈ കാര്യങ്ങൾ സംബന്ധിച്ച ക്രോഡീകരിച്ച ഒരു റിപ്പോർട്ട് അംഗീകരിച്ച് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പാർട്ടിക്കകത്ത് വരുത്തേണ്ട മാറ്റങ്ങൾ സംബന്ധിച്ച്, ഭാവിയിൽ നടത്തേണ്ടുന്ന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച്, ആ പ്രവർത്തനങ്ങളിൽ പൊതുജനങ്ങൾക്കുൾപ്പെടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യതകൾ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചെല്ലാം ഞങ്ങൾ ചർച്ച ചെയ്തത് വളരെ വ്യക്തമായ നിലക്ക് തന്നെ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. മറ്റു പാർട്ടികളെ പോലെ ഈ പരാജയത്തിന് ഏതെങ്കിലും ഒരാൾ ഒരു കമ്മിറ്റിയുടെ ഇന്ന ഭാരവാഹി ഉത്തരവാദിയാണ് എന്നുള്ളതിലേക്കല്ല ഞങ്ങൾ കാണുന്നത്. എന്തുകൊണ്ട്? ഞങ്ങളുടെ പാർട്ടി കൂട്ടായ തീരുമാനം അടിസ്ഥാനപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉത്തരവാദിത്വം കൂട്ടായിട്ടുള്ളതാണ്. ഏതെങ്കിലും ഒരാളുടെ വ്യക്തിപരമായിട്ടുള്ള തകരാറ് കൊണ്ടോ ദോഷം കൊണ്ടോ ആണ് ഈ പരാജയങ്ങളോ അല്ലെങ്കിൽ മുന്നേറ്റങ്ങളോ ഉണ്ടാവുന്നത് എന്നല്ല ഞങ്ങൾ കാണുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ കൂട്ടായ നിലക്കുള്ള ദൗർബല്യങ്ങൾ തീർച്ചയായിട്ടും അതിൽ കാരണമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അതാണ് ഇന്നലെ ഞങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തികൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, അവരുടേതായി എന്താണ് പുറത്തേക്ക് വരുന്ന ചില വാക്കുകൾ, അതുണ്ടാക്കിയിട്ടുള്ള ഡാമേജുകൾ, ഇതൊക്കെ യഥാർത്ഥ സമയത്ത് പാർട്ടി വിലയിരുത്തുകയും അത് തെറ്റായി പോയി സഖാവേ എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് വരുന്നിടത്ത് ഇവിടെ ഒരു വ്യക്തിയുണ്ട്, ഇവിടെ വ്യക്തികളുണ്ട്. ശ്രീ എം വി ഗോവിന്ദൻ, ഞാൻ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ചോദിക്കുന്നത്, മുൻ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഒരൊറ്റ ഉദാഹരണം പറയാം. ഈ എന്താണ് തന്റേതല്ലാത്ത പണി ഗൺമാന്മാർ പ്രവർത്തിക്കുമ്പോൾ അല്ലെങ്കിൽ കണ്ണൂരിൽ അത് ഡിവൈഎഫ്ഐക്കാർ ചെയ്തപ്പോൾ, ചെടിച്ചട്ടി എടുത്തപ്പോൾ, ഇവിടെ അവരുടേതല്ലാത്ത ഉപകരണങ്ങൾ വെച്ച് തലയ്ക്കോ ഒക്കെ അടിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണ്, അത് അങ്ങനെ തന്നെയാണ് കാണേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പാർട്ടി അത് തിരുത്തിയോ? അങ്ങനെയല്ല മുഖ്യമന്ത്രി പറയേണ്ടത്, പാർട്ടി പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് രക്ഷാപ്രവർത്തനമല്ല എന്ന് നിങ്ങളോട് ആരാണ് പറഞ്ഞത്? രക്ഷാപ്രവർത്തനമാണോ? നിങ്ങൾ തിരുത്താന്നാണ് പറഞ്ഞത്, അങ്ങ് തുടങ്ങുന്നത്. അത് രക്ഷാപ്രവർത്തനമാണോ? ആളുകൾ തല്ലിച്ചതയ്ക്കുന്ന രക്ഷാപ്രവർത്തനമാണോ? നേരത്തെയുള്ള കേരളത്തിലെ DGP അലക്സാണ്ടർ ജേക്കബ് പറഞ്ഞ കാര്യം വിശ്വസിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന് ഇന്റർവ്യൂ ഉണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇത് അവരുടെ ബാധ്യതയാണ്. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്മാരായിട്ടുള്ള ആളുകളുടെ എതിരായിട്ട് അക്രമം ഉണ്ടാവുന്നു വരുമ്പോൾ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടത് അവരുടെ ചുമതലയാണ്. ഇപ്പോ ഇവിടെ വലിയ അന്വേഷണമൊക്കെ നടത്തിയിട്ട് കോടതിയിൽ പോയല്ലോ. കോടതി വിചാരണക്കിടയിൽ ചോദിച്ച ചോദ്യം എന്താ? നിങ്ങൾ എങ്ങനെയാണ് ഈ കേസിൽ വധോദ്യമം ഉൾപ്പെടുത്തിയത്? നാളെ മേൽക്കോടതിയിലേക്ക് ഇതേ അന്വേഷണം പോകുമ്പോൾ ഇതെങ്ങനെ നിൽക്കും? അതൊക്കെ വേറെ വിഷയം. എന്റെ ചോദ്യമൊന്നുമല്ല. ഞാൻ അന്ന് ആലപ്പുഴ നഗരത്തിൽ കണ്ട ആ ദൃശ്യത്തെ മാത്രമാണ് ചോദിക്കുന്നത്. അവരുടേതല്ലാത്ത ഉത്തരവാദിത്തം, മുഖ്യമന്ത്രിയുടെ വണ്ടി പാസ് ചെയ്തു പോയി എന്ന ശേഷം ഇവരിറങ്ങി ഈ തല്ലാനുള്ള അവകാശം മാൻഡേറ്റ് ആ മനുഷ്യർക്കില്ല എന്നുള്ളത് കേരളം കണ്ടതാണ്. അതിനെയാണ് വല്ലപ്പോഴും കിട്ടുന്ന അവസരത്തിൽ മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അത് രക്ഷാപ്രവർത്തനമാണെന്നും അതങ്ങനെ തന്നെ തുടരേണ്ടതാണ് എന്നും മുഖ്യമന്ത്രി പറഞ്ഞത്. ഇത് ശരിയാണെന്ന് പാർട്ടി ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ? ഈ കേരളത്തില് മന്ത്രിമാർക്കെതിരെ കരിങ്കൊടി കാണിച്ച് ഒരുപാട് മർദ്ദനമേറ്റ ആളുകൾ ഞങ്ങളെല്ലാം ഉണ്ട്. ഈ കേരളത്തിലാണ് മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു എന്നുള്ള പേരിൽ ഞങ്ങളുടെ ജില്ലയിൽ, കണ്ണൂർ ജില്ലയിൽ കൂത്തുപറമ്പിൽ 5 പേരെ വെടിവെച്ച് കൊന്നത്. ഒരാളിപ്പോൾ അടുത്ത കാലത്ത് മരിച്ചു, ഇക്കാലത്തിന് ജീവച്ഛമായി ജീവിച്ചിട്ട്. അതെല്ലാം നടന്നൊരു മണ്ണാണ് കേരളം. ഈ കേരളത്തിനകത്ത് ഈ പറയുന്ന മുഖ്യമന്ത്രിയെ തടയാൻ ശ്രമിക്കുന്ന ആളുകൾക്കെതിരായിട്ട് ഒരു അക്രമം ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു സംഭവമൊന്നുമല്ല. അതാണ് ഏറ്റവും വലിയ മഹാപരാധം. അതായത് അങ്ങ് CPM-ന്റെ ഉന്നതമായ കമ്മിറ്റികളിൽ ഇരുന്നിട്ടുള്ള ആളാണ്, ഇപ്പോഴും CPM-ന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഭാഗമാണല്ലോ. അങ്ങ് എന്നോട് വിശദീകരിക്കുമ്പോൾ അതുവഴി ജനങ്ങളോട് പറയുന്നത് അത് രക്ഷാപ്രവർത്തനം തന്നെയാണെന്നാണ്. ഈ 2 ദിവസം അങ്ങ് ഈ പറഞ്ഞ പോലത്തെ വിശദമായ റിവ്യൂ റിപ്പോർട്ടൊക്കെ അംഗീകരിച്ച ശേഷം സംസ്ഥാന സെക്രട്ടറി മാധ്യമങ്ങളെ കണ്ട ശേഷമുള്ള ദിവസം നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങ് ഇത് രക്ഷാപ്രവർത്തനം തന്നെ പറയുമ്പോൾ അത് അങ്ങനെ തന്നെയാണെന്നാണ്, ഇതടക്കം ചേരുന്നതാണ് നിങ്ങളുടെ തെറ്റുതിരുത്തൽ എന്ന് ജനം മനസ്സിലാക്കും. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പോ ചില കാര്യങ്ങൾ ചർച്ചയാക്കാൻ നിങ്ങൾ നടന്നൊരു ശ്രമമുണ്ട്. ഇപ്പോ കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ തെറി പത്രക്കാരോട് പറഞ്ഞ, പത്രത്തിന് മുമ്പിൽ പറഞ്ഞ ആരാ?
ഞാൻ വിചാരിക്കുന്നത് മുൻ KPCC അധ്യക്ഷനാണെന്നാണ്. എനിക്ക് ഈ മൈക്കിലൂടെ ആ തെറി പറയാൻ കഴിയില്ല, കാരണം അത് എൻ്റെ ഒരു ഇത് അനുവദിക്കുന്നില്ല. എന്നാൽ അത് ചർച്ചയാവാതിരിക്കുകയും ബഹുമാനപ്പെട്ട അന്നത്തെ മുഖ്യമന്ത്രി പറഞ്ഞ ചില കാര്യങ്ങൾ ചർച്ചയാവും ചെയ്യുന്നത് പറഞ്ഞത് പിണറായി വിജയനാണെന്നുള്ളതുകൊണ്ടാണ്. അതേ കാര്യം നമ്മൾ മെയ് 4 ശേഷം ഒരു മാസം കഴിഞ്ഞിട്ടാണോ സംസാരിക്കുന്നത്? ഇത് രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണകാലത്തല്ല ഇത് സംസാരിക്കുന്നത് എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അത് ഈ താരതമ്യങ്ങൾക്കൊക്കെ ഇനി പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? അത് ഇല്ല, എനിക്കങ്ങനെ സ്ഥലയില വിഭ്രാന്തി ഒന്നും സംഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് ഇവിടെ പിണറായി വിജയനെ സംബന്ധിച്ച് ആക്ഷേപിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ VD സതീശനെ കുറിച്ച് ആക്ഷേപിക്കില്ല, നിങ്ങൾ ഈ പറയുന്ന BJP-ക്കാരെ സംബന്ധിച്ച് ആക്ഷേപിക്കില്ല, കാരണം അത് പൊളിറ്റിക്കലാണ്. ഇതിപ്പോ നിങ്ങൾ എടുക്കുന്ന സെയിം റൂട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. ഇത് തന്നെയാണ് ഈ വലിയ വിശദമായിട്ടുള്ള റിവ്യൂ റിപ്പോർട്ടൊക്കെ അംഗീകരിച്ച ശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ വരുമ്പോഴും നിങ്ങൾക്ക് പറയാനുള്ളതെങ്കിൽ എനിക്കതിനെ കുറിച്ച് കൂടുതലൊന്നും അങ്ങോട്ട് പറയാനില്ല സാർ. പക്ഷെ ഒരൊറ്റ പ്രശ്നമുണ്ട്. ഇപ്പൊ നോക്കൂ, ഈ സർക്കാർ, പുതിയ സർക്കാർ അധികാരമായിട്ട് കേവലം ഒരു മാസം ആയിട്ടില്ല. അതിനിടയിൽ മുഖ്യമന്ത്രി ഒരു സെക്കൻഡ്, അതിനിടയിൽ മുഖ്യമന്ത്രി ഈ കേരളത്തിൽ നടന്ന പ്രധാനപ്പെട്ട ഒരു ED നടപടിയോട് പലവട്ടം ചോദിച്ചിട്ടും മിണ്ടാതെ പോയതിനെ കുറിച്ച് ചർച്ച ചെയ്തൊരു സ്ഥാപനമാണിത്, ചർച്ച ചെയ്തൊരു ഫോറമാണിത്. അവിടെ ഇരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ സമയം കൊണ്ട് മാത്രം മുഖ്യമന്ത്രിയുടെ ആ മൗനത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, ഓൺ റെക്കോർഡ്, അങ്ങേക്ക് പരിശോധിക്കാം. അതുകൊണ്ട് അവിടെ ചോദിച്ചില്ല ഇവിടെ ചോദിച്ചില്ല എന്നുള്ള സെയിം മറുപടികളായിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ താല്പര്യങ്ങളെ അത് കേരളത്തിലെ ജനങ്ങൾക്ക് വിസ്മരിക്കാനാവില്ല. ശരി, എന്താണ് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യേണ്ടത് തീരുമാനിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് ഒരു വലിയ പങ്കുണ്ട്. നിർഭാഗ്യവശാൽ നിങ്ങൾ, മനോരമ അടക്കമുള്ള മാധ്യമങ്ങൾ, CPM നേതാക്കന്മാർക്കെതിരായിട്ട് ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ മറ്റാളുകൾക്കെതിരായിട്ട് ഉന്നയിക്കുന്നില്ല. അതിനൊരു ബ്രീത്തിങ് സ്പേസ് ഇവിടെ കൊടുത്തിട്ടില്ല സാർ. ഒറ്റ കാര്യം, ഇന്ന് ഞാൻ പറയുന്നത് ഒറ്റ കാര്യം, ഇന്ന് 6ാമത്തെ ആളെയാണ് കേരളത്തിൽ ആന ചവിട്ടിക്കൊന്നത്. നിങ്ങൾക്ക് ചർച്ചയാവുന്നില്ല. കേരളത്തിൽ ഏതെങ്കിലും ഒരാളെ ഒരു സെക്കൻഡ് ശ്രീ എം പ്രകാശൻ നോക്കൂ, ദാരുണമായിട്ടുള്ള സംഭവമാണ്. നമ്മൾ സംസാരിക്കാൻ പോലും കേരളത്തിന്റെ ഈ വനമേഖലയിൽ മാത്രമല്ല, ഇപ്പൊ മാനന്തവാടിയിൽ വർഷങ്ങൾക്ക് മുമ്പ് മാനന്തവാടി ടൗണിലേക്ക് ആന വരുന്നത് കിലോമീറ്ററോളം ജനവാസ മേഖല താണ്ടിയിട്ടാണ്. ഒരു സെക്കൻഡ് ശ്രീ പ്രകാശൻ, ഞാൻ പറയട്ടെ, ദാരുണമായിട്ടുള്ള അവസ്ഥയാണ് ആ മേഖലയിലൊക്കെയാണ്. ഞാൻ അവിടെ 2 ദിവസമൊക്കെ പോയി താമസിച്ച് ജനങ്ങളുടെ വികാരം കണ്ട ആളാണ് ഈ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. എന്ന് വെച്ചാൽ വർഷങ്ങൾക്ക് മുമ്പ്, ഞാൻ സർക്കാരൊന്നും കണക്ട് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഇന്ന് സംഭവിച്ചത്, കഴിഞ്ഞ ദിവസം 2 കുഞ്ഞുങ്ങൾ അനാഥമാവും വിധം ഒരു അമ്മയ്ക്ക് ഇടുക്കിയിൽ സംഭവിച്ചതൊക്കെ ദാരുണമാണ്. 6 മരണങ്ങൾ സംഭവിച്ചു, പരിഹാരം വേണം, യാതൊരു സംശയമില്ല. അതിന്ന് ഇവിടെ ചർച്ച ചെയ്തില്ല എന്നതുകൊണ്ട് അങ്ങേ പറയുന്നത് നിലനിൽക്കില്ല. കാരണം ഒരൊറ്റ എക്സാമ്പിൾ മാത്രം ഞാൻ പറയാം. വയനാട്ടിൽ ഒരു പാവപ്പെട്ട മനുഷ്യന്റെ ആന ചവിട്ടി കൊല്ലുമ്പോൾ നിങ്ങളുടെ മന്ത്രി, വനമന്ത്രി പാട്ടുപാടുകയായിരുന്നു സാർ. ആ ജില്ലയിലേക്ക് പോകാൻ താല്പര്യമില്ലാതെ പാട്ടുപാടുകയായിരുന്നു. ഒന്നെടുത്തു നോക്കുക, ഓൺ റെക്കോർഡ്. അങ്ങനെ ആന ചവിട്ടിക്കൊല്ലുന്ന ഓരോ ദിവസവും അന്നും നമ്മൾ സംസാരിച്ചിട്ടില്ല. അന്നും ഈ രൂപത്തിൽ സംസാരിച്ചിട്ടില്ല. വലിയ രൂപത്തിൽ വാർത്ത നൽകിയിട്ടുണ്ട്, അതിന് പ്രാധാന്യം കുറച്ചിട്ടില്ല. പക്ഷെ അത് അന്നും എല്ലാ ദിവസവും ചർച്ച ചെയ്തിട്ടില്ല സാർ. നിങ്ങളിത് ഈ സർക്കാർ വന്ന് ഒരു 2-3 ആഴ്ച ആവുമ്പോഴേക്കും അത് ചെയ്തില്ല, ഇത് എല്ലാം ചെയ്തത് ഇപ്പോഴും എന്താണ്? ഒരു സെക്കൻഡ് UDF-നെ പറയുമ്പോൾ നിങ്ങൾക്ക് രോഷമുണ്ടാക്കുന്ന, UDF-നെ പറയുമ്പോൾ നിങ്ങളിപ്പോ ശശീന്ദ്രനെ പാട്ട് സംബന്ധിച്ച് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് ഇന്നത്തെ വനമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഈ ആനകളെ നിയന്ത്രിക്കാൻ മാന്ത്രിക വിദ്യയില്ല? ഒരു മന്ത്രി പറയാൻ പാടുണ്ടോ അത്ര കാര്യം? നിങ്ങൾ ചർച്ചയാക്കുന്നില്ലല്ലോ. അപ്പൊ നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശത്തിലാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് വരാതെ ഇത് പറയാൻ എളുപ്പമാണ്. സമയം എന്തായാലും പോകും. നമ്മൾ എന്ത് സംസാരിച്ചാലും സമയം 60 സെക്കൻഡ് കഴിയുമ്പോൾ 1 മിനിറ്റ് ആവും. അതുകൊണ്ട് അതങ്ങനെ പോകും. മനോരമയൊന്നും പറയൂ, മനോരമയൊന്നും മലയാളിക്ക് അറിയാത്തതല്ല. അതുകൊണ്ട് ആ യാഥാർത്ഥ്യം നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും മലയാളിയുടെ നമുക്ക് ഈ ആന ചവിട്ടിയ വിഷയം കുറച്ചേറെ സംസാരിച്ചാലോ? ഇപ്പോ മാനന്തവാടിയിലാണല്ലോ സംഭവം. ഒരു മന്ത്രിയുടെ മണ്ഡലമായിരുന്നല്ലോ. ഇന്ന് അവിടുത്തെ ആളുകൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ ആനമതിൽ ഫെൻസിംഗ് വന്നിട്ടില്ല. എത്ര നാളായി സാർ അവിടെ ഒരു പുതിയ MLA വന്നിട്ട്? ഈ MLA വന്ന ശേഷം മാത്രം പണിയേണ്ട ഒന്നാണോ ഫെൻസിംഗ്? കഴിഞ്ഞ സർക്കാർ അവിടെ എന്താ ചെയ്തത്? കഴിഞ്ഞ മന്ത്രി MLA എന്താ ചെയ്തത്? നമുക്കത് സംസാരിക്കാം, ഒരു കുഴപ്പമില്ല. ഇവിടെ ഞാൻ പറഞ്ഞൊരു കാര്യം ഒറ്റ കാര്യമാണ്. ഇത് പറയണം, ഞാൻ അതിലേക്ക് വന്നു, ഞാൻ താങ്കൾ അതിലേക്ക് കൊണ്ടുവന്നു. ഇനി ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. ഒരു സെക്കൻഡ്, മാനന്തവാടിയിൽ ഇന്ന് ആന ചവിട്ടിക്കൊന്നിടത്ത് ഫെൻസിംഗ് ഇല്ലാതെ പോയത് 4 MLA തെരഞ്ഞെടുക്കപ്പെട്ട MLA മാത്രം ഉത്തരവാദിത്തമാണോ? അവിടുത്തെ മുൻ MLA പങ്കുണ്ടോ? മന്ത്രിയായിരുന്ന ആൾക്ക് പങ്കുണ്ടോ? ആ ജില്ലയിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിരവധിയായ ആന ചവിട്ടി മരണങ്ങൾ ഉണ്ടായിട്ട് അവിടെ ഫെൻസിംഗ് ഇല്ലാതെ പോയത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തം മാത്രമാണെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? പറയൂ.
ഞാൻ MLA ഒരു വാക്ക് കൊണ്ടുപോലും കുറ്റപ്പെടുത്തിയിട്ടില്ല. ഇന്നവിടെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഈ സിസ്റ്റത്തിന്റെ വീഴ്ചയാണ് സാർ. ഈ സിസ്റ്റത്തിന്റെ വീഴ്ച ഏത് മാന്ത്രിക വിദ്യ കൊണ്ടാണ് ഒരു പുതിയ സർക്കാരിന് 2 ആഴ്ച കൊണ്ട് കേരളത്തേക്ക് മാറ്റിമറിക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് പറ്റുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പറയുമ്പോൾ ശബ്ദിച്ചിട്ട് കാര്യമില്ല. എന്ത് ശബ്ദം സാർ? ഇതിന് ഉത്തരം പറയൂ. ആനയിലേക്ക് ഞാൻ വന്നു, അങ്ങ് എന്നെ കൊണ്ടുപോയ ആന ചവിട്ടി മരണത്തിലേക്ക് ഞാൻ വന്നു. അങ്ങ് ഉത്തരം പറയൂ. എന്തുകൊണ്ട് കേളു മന്ത്രിയുടെ മണ്ഡലത്തിൽ എന്തുകൊണ്ട് ഫെൻസിംഗ് ഇല്ല? പറയൂ. അല്ല നിങ്ങൾ എന്തിനാണ് അസഹിഷ്ണുവാകുന്നത്? ഞാൻ ചോദിച്ചത് എനിക്കൊരു അസഹിഷ്ണുതയില്ല. ഞാൻ നോക്കൂ, CPM തിരുത്തുമോ എന്ന ചർച്ചയിൽ നിന്ന് എന്തുകൊണ്ട് ആന ചവിട്ടി മരണമെന്ന് അങ്ങ് എന്നെ തെളിച്ചുകൊണ്ടായ വഴിയിലേക്ക് ഞാൻ വന്നു. അങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകരുത്, ഇനി തെന്നി പോകരുത്. ഇതിനുത്തരം പറയൂ. സുഹൃത്തെ, നിങ്ങൾ ആ വിഷയം ചർച്ച ചെയ്യുന്നെങ്കിൽ ഞാൻ അതിന്റെ എല്ലാ വിഷയത്തിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞാൻ ചോദിക്കുന്നത് എന്തുകൊണ്ട് 6ാമത്തെ ആള് കൊല്ലപ്പെട്ടിട്ടും മനോരമക്ക് അത് ചർച്ചാ വിഷയമാവുന്നില്ല? അതൊക്കെ പറയണ്ട്. അത് കാര്യകാരണങ്ങൾ നമുക്ക് വേറെ ചർച്ച ചെയ്യാം. ഇപ്പൊ എവിടെ ആയിക്കോട്ടെ വിശദാംശം എന്തോ ആയിക്കോട്ടെ, ആന ചർച്ച ചെയ്തില്ല എന്നൊരൊറ്റ ക്യാപ്സ്യൂൾ അങ്ങനെ കയ്യിലുള്ളൂ സാർ. ആന ചർച്ച ചെയ്തില്ല എന്നൊരൊറ്റ ക്യാപ്സ്യൂൾ അങ്ങനെ കയ്യിലുള്ളൂ. അങ്ങനെ ഉത്തരവില്ല. നിങ്ങൾക്ക് UDF-നെ കുറ്റപ്പെടുത്താൻ താല്പര്യമില്ല. എന്താണ് സാർ പറയുന്നത്? നിങ്ങൾ ചർച്ചയും ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് UDF രക്ഷിക്കാനുള്ള വേണ്ടത്. ഒരാളെ ചത്താൽ കേരളത്തിലെ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ശരി, ഈ കഴിഞ്ഞ ഒരു കൊല്ലം ഇതുകൊണ്ട് ഇന്നത്തെ 1 മണിക്കൂർ അങ്ങ് പോകുന്നതാണ് വിശ്വസിക്കുന്നത്. ഞാൻ ആ ട്രാഫിലേക്ക് വീഴാനില്ല. അടുത്ത റൗണ്ടിൽ അംഗീകരിക്കും.